നടപ്പാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാനസികാരോഗ്യ അവസ്ഥകളും പൊതുവെ അടയാളപ്പെടുത്തപ്പെടാതെ പോകുന്ന മറ്റ് ഡിസബിലിറ്റി രൂപങ്ങളും ഉൾപ്പെടെയുള്ള അദൃശ്യ ഡിസബിലിറ്റികൾക്ക് കൂടി അംഗീകാരം നൽകണമെന്ന് KDF ആവശ്യപ്പെടുന്നു. ഡിസബിലിറ്റി നിലവിൽ പ്രതികരിക്കുന്നതിന് പ്രധാനമായി എല്ലാവരെയും ഉൾക്കൊള്ളാൻ പാകമല്ലാത്ത ഒരു പൊതുസമൂഹം പുറത്തുണ്ട് എന്നുള്ളതാണ്. അവരെയാണ് യഥാർത്ഥത്തിൽ ഡിസേബിൾഡ് ആയിട്ട് ഈ ഒരു സമ്മേളന വേദിയിലൂടെ ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് എന്ന്, സ്പെഷ്യലി ഏബിൾഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ വാക്കിൽ പോലും കുറച്ച് പ്രതിസന്ധിയുണ്ട്, പ്രശ്നമുണ്ട്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, ഓരോ സമൂഹവും വ്യത്യസ്തരാണ്. പക്ഷേ ആ സമൂഹത്തിനെ ഉൾക്കൊള്ളാൻ അവർ നേരിടുന്ന അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് സമൂഹം എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും യഥാർത്ഥത്തിൽ ഡിസേബിൾഡ് അല്ല. നിങ്ങൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കാത്ത പൊതുസമൂഹമോ ആ മനോഭാവം അസമമായി തുടരുന്ന തീരദേശ മേഖലകളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലും തദ്ദേശീയ സമൂഹങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വാർഡ് പഞ്ചായത്ത് തലങ്ങളിൽ പരിചരണ പിന്തുണ ഭവനങ്ങൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കുള്ളിൽ അവശ്യ സേവനങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. പരിചാരകർക്ക് സ്ഥിരമായതും വ്യവസ്ഥാപിതവുമായ സാമൂഹിക വൈകാരിക പിന്തുണ ആവശ്യമാണ്. അവർ പലപ്പോഴും അവഗണനയും പുറന്തള്ളലും ഡിസബിലിറ്റിയുള്ള വ്യക്തികളുടെയും ചില സന്ദർഭങ്ങളിൽ അവരുടെ മാതാപിതാക്കളുടെയും പരിചാരകരുടെയും പാർശ്വവൽക്കരണമായും ആരോഗ്യം, സംരക്ഷണം, മാനസികാരോഗ്യ സേവനങ്ങൾ, വ്യവസ്ഥാപരമായ പിന്തുണ എങ്ങനെയാണോ നിങ്ങളുടെ ഇരിക്കുകയാണോ നിൽക്കുകയാണോ അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങൾ എണീറ്റ് നിൽക്കുക. പ്രതിജ്ഞ ചൊല്ലാം അല്ലേ?